ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി പേരെ വലിയവരായിട്ട് കാണാറുണ്ട്. പക്ഷെ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, കാർന്നോമാരായിരിക്കാം, വീട്ടിലെ മൂത്ത സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരൊക്കെ വലിയവരായിട്ട് കാണാം. ഇനി മറ്റ് കാര്യങ്ങൾ, മറ്റ് ദേവന്മാരൊക്കെ നമ്മൾ വലിയവരായിട്ടൊക്കെ നമ്മൾ കണ്ട് ചിലപ്പോൾ അവരുടെ എല്ലാം പിന്നാലെ പോകുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ വചനം ഇങ്ങനെ പറയുകയാണ്. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുന്നു, അവരെക്കുറിച്ച് അവനുണ്ടായ കരുതൽ മൂലം കർത്താവ് സകല ദേവന്മാരിലും വലിയവനാകുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പറയുമ്പോൾ എന്താണെന്ന് പറയുക, നമ്മളെക്കുറിച്ച് ദൈവത്തിനുള്ള കരുതലുണ്ടല്ലോ, അത് കാണുമ്പോൾ മറ്റെല്ലാ ദേവന്മാരെക്കാളും വലുത് എൻ്റെ കർത്താവ് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ പോകുന്നതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല തടസ്സങ്ങൾ. പ്രിയമുള്ളവർ, ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തതിനൊക്കെയും കാരണം എൻ്റെ ദൈവം വലിയവനാണെന്ന് എനിക്കൊന്ന് ഉറക്കെ പറയാൻ സാധിക്കാതെ പോകുന്നു. പൗലോസ് ലീഗ, അദ്ദേഹം റോമാ പൗരനായി യഹൂദനായി ജീവിച്ച മനുഷ്യൻ, സിനഗോഗിൽ പോയി വിളിച്ചു പറഞ്ഞില്ലേ, യേശു ക്രിസ്തു ഏക രക്ഷകനാണ്, അവനിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞില്ലേ. എന്താണ്? മറ്റെല്ലാ ദേവന്മാരിലേക്കാളും വലുത് എൻ്റെ ദൈവം തന്നെയാണ്. പൗലോസ് ലീഗയ്ക്ക് നല്ല ബോധ്യം കിട്ടി. അവനും തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. നമ്മളും തിരിച്ചറിയണം. ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളോട് കാണിക്കുന്ന കരുതലുണ്ടല്ലോ. നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, നീ ഒന്ന് മനസ്സിടിഞ്ഞിരിക്കുമ്പോൾ, നിൻ്റെ ആവശ്യങ്ങളുടെ മുമ്പിൽ നിനക്ക് എന്തു വേണമെങ്കിൽ അത് നടത്തി തരുന്ന ഒരു ദൈവം നിനക്കുണ്ട്. അതുകൊണ്ട് മറ്റെല്ലാവരെക്കാളും വലുത് എനിക്ക് എൻ്റെ കർത്താവ് തന്നെ എന്ന് നീ ഹൃദയത്തിൽ പറയണം, മനസ്സിൽ പറയണം, അത് ഏറ്റുപറയണം, ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം. തലമുറകൾക്ക് നീ കാണിച്ചു കൊടുക്കുക. നമ്മുടെ മക്കളെല്ലാം അത് ഏറ്റുപാടും, എൻ്റെ ദൈവം വലിയവനാണെന്ന്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധ്യമാകട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ.